മഹാകുംഭമേള ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ കൂട്ടായ്മ. ലോകത്തിൽ വെച്ച് ഏറ്റവും സമാധാനപരമായി നടക്കുന്ന ഒത്തുചേരൽ എന്ന പ്രത്യേകതയും ഇതിന്റെ വലിയ തോതിലുള്ള ലോക ശ്രദ്ധയ്ക്ക് കാരണമാകുന്നു. 40,000 മീറ്ററിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു താൽക്കാലിക നഗരമാണ് മഹാകുംഭമേളയ്ക്കായി സജ്ജമാക്കുന്നത്. ഏകദേശം 45 കോടിയോളം വരുന്ന വിശ്വാസികളെ ഉൾക്കൊള്ളാനും ഇതിലൂടെ സാധിക്കുന്നു. താൽക്കാലിക ക്ഷേത്രം മുതൽ ആശുപത്രികളും കുംഭമേള സിറ്റിയുടെ ഭാഗമായി വരുന്നു. പുണ്യതീർത്ഥങ്ങളുടെ സ്ഥാനമായ പ്രയാഗ്രാജ് മോക്ഷവും മുക്തിയും ആനന്ദവും അറിവും എല്ലാം തേടിയെത്തുന്ന ആത്മീയ അന്വേഷികൾക്ക് ഇവിടം നിത്യതയിലേക്കുള്ള കവാടമാകുന്നു. ഒരു മനുഷ്യായുസിന്റെ പാപങ്ങളെ കഴുകിക്കളയാൻ തക്ക പുണ്യത്തെ വഹിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നവയാണ് ഗംഗ, യമുന നദികൾ. ഈ നദികൾക്കൊപ്പം ഭൂമിക്കടിയിലേക്ക് മറഞ്ഞുപോയ സങ്കല്പ നദി സരസ്വതിയും ഒത്തുചേരുന്നതിനാൽ ഇവിടം ത്രിവേണി സംഗമം എന്ന് അറിയപ്പെടുന്നു. മറ്റൊരു മഹാകുംഭമേളയ്ക്ക് കൂടി വേദിയാകുകയാണ് തീർത്ഥരാജ് എന്ന പേരിലും അറിയപ്പെടുന്ന ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള വിശ്വാസികൾ ഇവിടം തേടിയെത്തുന്ന കാഴ്ചയാണ് ഇനി കാണാനാവുക. 12 വർഷത്തിൽ ഒരിക്കൽ നടത്തപ്പെടുന്നതാണ് പൂർണ്ണ കുംഭമേള. ഇതിന്റെ ഭാഗമാകാൻ വിശ്വാസികൾക്കൊപ്പം നിരവധി സഞ്ചാരികളും ആകാംക്ഷയോടെയാണ് ഇവിടെ എത്തുന്നത്. അപൂർവമായി മാത്രം പുറംലോകത്തെത്തുന്നവരാണ് നാഗസന്യാസിമാർ. ഭസ്മം മാത്രം ശരീരത്തിൽ അണിയുന്നവരുമായ ഈ ദിഗംബരന്മാരുടെ സാന്നിധ്യമാണ് കുംഭമേളയ്ക്കുള്ള മറ്റൊരു സവിശേഷത. ജീവിതത്തിന്റെ കെട്ടുപാടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന വിശ്വാസികളായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മോക്ഷപ്രാപ്തിയിലേക്കുള്ള വഴി കൂടിയാണ് കുംഭമേളകൾ. ചെയ്തുപോയ പാപങ്ങൾക്ക് പരിഹാരവും പുനർജന്മ സമാനമായ അനുഭൂതിയിലേക്ക് എത്തിച്ചേരാനുമുള്ള അപൂർവമായ ഒരു ആത്മീയ സാധ്യത എന്ന പ്രത്യേകതകളും ഈ ആത്മീയ കൂട്ടായ്മയിൽ വേറിട്ട് നിർത്തുന്ന ഘടകമാണ്. 2025 ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെ നീളുന്നതാണ് ഇത്തവണത്തെ മഹാകുംഭമേള. പല കാലയളവിലായി ആഘോഷിക്കപ്പെടുന്നവയാണ് വിവിധ തരം കുംഭമേളകൾ. 3 വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്നത് കുംഭമേള, 6 വർഷം കൂടുമ്പോൾ അർദ്ധകുംഭമേള, 12 വർഷത്തിലൊരിക്കൽ ഗ്രഹങ്ങളുടെ ശുഭമുഹൂർത്തത്തിൽ നിർണയിക്കപ്പെടുന്നതാണ് പൂർണ്ണ കുംഭമേള, 144 വർഷം കൂടുമ്പോൾ സംഭവിക്കുന്നതാണ് മഹാകുംഭമേള. പ്രയാഗ്രാജ്, ഹരിദ്വാർ, നാസിക്, ഉജ്ജയിനി എന്നീ 4 പുണ്യഭൂമികളിലായി ഗ്രഹങ്ങളുടെ സ്ഥാനം കണക്കാക്കിയാണ് കുംഭമേളകൾ മാറി മാറി നടത്തപ്പെടുന്നത്. പക്ഷെ മഹാകുംഭമേള പ്രയാഗ്രാജിൽ മാത്രം നടത്തപ്പെടുന്നു. ഇതിനപ്പുറം 3 വർഷം കൂടുമ്പോൾ നടക്കുന്ന കുംഭമേളകളും വാർഷിക കുംഭമേളകളും ആഘോഷിക്കപ്പെട്ടു വരുന്നു. ഒരു മനുഷ്യായുസിൽ എല്ലാവർക്കും സാധ്യമാകുന്ന ഒന്നല്ല 144 വർഷം കൂടുമ്പോൾ നടക്കുന്ന മഹാകുംഭമേള. അതിനാൽ തന്നെ പൂർണ്ണ കുംഭമേളകൾക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള ഒരു ചടങ്ങായി കണക്കാക്കപ്പെടുന്നു. ഇനി കുംഭമേളകളുടെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ പാലാഴി മദനവുമായി ബന്ധപ്പെടുത്തി ആചരിക്കുന്ന ഒരു ചടങ്ങാണിത്. പാലാഴി കടഞ്ഞു കിട്ടിയ അമൃത് സ്വന്തമാക്കാനായി ദേവാസുരന്മാർ 12 ദിനങ്ങൾ നീണ്ട ഒരു യുദ്ധം നടത്തി. മനുഷ്യ ലോകത്തിലെ 12 വർഷങ്ങൾക്ക് സമാനമാണിതെന്നും പറയപ്പെടുന്നു. അമൃത് കൈക്കലാക്കി ഗരുഡന്റെ പുറത്തേറി മഹാവിഷ്ണു പോകും വഴി ഭൂമിയിലെ 4 ഇടങ്ങളിലായി അമൃത് വീണു. അമൃത് വീണ ഇടങ്ങളിലെ പുണ്യതീർത്ഥങ്ങളാണ് പ്രയാഗ്രാജ്, ഹരിദ്വാർ, നാസിക്, ഉജ്ജയിനി എന്നും വിശ്വസിക്കപ്പെടുന്നു. കുംഭമേള നടക്കുന്ന അപൂർവവും വിശിഷ്ടവുമായ പുണ്യമുഹൂർത്തങ്ങളിൽ ഈ തീർത്ഥങ്ങളിൽ അമൃതിന്റെ സാന്നിധ്യമുണ്ടെന്നും ഒരു മനുഷ്യന്റെ പാപങ്ങളെ കഴുകിക്കളയാൻ ഇതിലൂടെ സാധിക്കുമെന്നുമാണ് വിശ്വാസം. കുംഭമേള നടക്കുന്ന പ്രധാന ദിനങ്ങളിൽ നടത്തുന്ന പുണ്യതീർത്ഥ സ്നാനത്തെ ഷാഹി സ്നാനം എന്നറിയപ്പെടുന്നു. ഭക്തരെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ പ്രാധാന്യമുള്ളതിനാൽ ഇതിൽ പങ്കെടുക്കാൻ ഇതുവരെ കാണാത്ത രീതിയിൽ തിരക്കും അനുഭവപ്പെടുന്നു. മകരസംക്രാന്തി ദിനമായ ജനുവരി 14-നായിരുന്നു ഒന്നാം ഷാഹി സ്നാനം നടന്നത്. മൗനി അമാവാസി ദിനമായ ജനുവരി 29-നായിരുന്നു രണ്ടാം ഷാഹി സ്നാനം നടന്നത്. വസന്ത പഞ്ചമി ദിനമായ ഫെബ്രുവരി 3-നാണ് മൂന്നാം ഷാഹി സ്നാനം നടന്നത്. മാഹി പൂർണിമ ദിനമായ ഫെബ്രുവരി 12-ലെ ഷാഹി സ്നാനം എന്നിവയായിരുന്നു പ്രധാന സ്നാന ദിവസങ്ങൾ. ഈ സമയത്ത് തീർത്ഥത്തിനായി വലിയ തിരക്കും അനുഭവപ്പെടും. ജനങ്ങളുടെ നിരന്തരമായ ഒരു പ്രവാഹമാണ് കുംഭമേളയിൽ എത്തുക. പൂർണ്ണ കുംഭമേള അവസാനമായി നടന്നത് 2013-ലാണ്. മതപരമായ ഒരു ചടങ്ങിനപ്പുറത്തും ചില വേളകളിൽ കുംഭമേളകൾ പുതിയ തീരുമാനങ്ങൾക്കും ആശയങ്ങൾക്കുമുള്ള വേദി കൂടിയായിട്ടുണ്ട് എന്നതാണ് ചരിത്രം. ആത്മീയ കൂട്ടായ്മ എന്നതിനൊപ്പം നിരവധി ചരിത്ര സംഭവങ്ങൾക്കും കുംഭമേളകൾ വേദിയായിട്ടുണ്ട് എന്നതാണ് വസ്തുത. ഹൈന്ദവ വിശ്വാസപ്രകാരം ഒരു മനുഷ്യായുസിൽ ഒരിക്കലെങ്കിലും പങ്കെടുക്കേണ്ട ചടങ്ങാണിത്. ജലം അമൃതിന് തുല്യമാകും എന്ന് വിശ്വസിക്കപ്പെടുന്നതും ഗ്രഹങ്ങളുടെ സംഗമ ദിനത്തിലെ പ്രത്യേകതകളെ മുൻനിർത്തി നടത്തപ്പെടുന്നതുമാണ് കുംഭമേള.